ഇടതുപക്ഷത്തിരിക്കുന്ന ആളുകൾ പുറമേക്ക് നിരീശ്വരവാദികളായിട്ട് അഭിനയിക്കുമെങ്കിലും കോൺഗ്രസ്സുകാരെക്കാളും ബി ജെ പിക്കാരെക്കാളൊക്കെ ഈശ്വരവിശ്വാസമുള്ളവരാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം. യഥാർത്ഥത്തിലുള്ള നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇപ്പോൾ ഏറെക്കുറെ ഇടതുപക്ഷത്ത് നിന്ന് വളരെ അകലം പാലിക്കുന്നവരുമാണ്. പണ്ടൊക്കെ ഇടതുപക്ഷം ഈസിക്വൽ ടു നിരീശ്വരവാദം, യുക്തിവാദം, ഭൗതികവാദം എന്നൊക്കെയായിരുന്നു അർത്ഥം. അപ്പോൾ ആ അർത്ഥമൊക്കെ പോയി. ഇപ്പം അങ്ങനെയുള്ള അർത്ഥമൊന്നും പഴയ പോലെ ഇല്ല എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എം എൽ എമാരിൽ ചിലരെങ്കിലുമൊക്കെ ആ ഇടയ്ക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ എന്ന് നമ്മൾ കാണുന്നുണ്ട്. വീണ ജോർജ് എം എൽ എ ആയിട്ടും മന്ത്രിയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അതുപോലെ ഐഷ പോറ്റി, എം എം മോനായി, ഇവരൊക്കെ ദൈവനാമത്തിൽ സത്യസന്ധമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. എനിക്ക് അവരോട് ബഹുമാനമുള്ളത്. കാരണം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസിയായിട്ടിരിക്കും, എന്നിട്ട് ഞങ്ങൾ നിരീശ്വരവാദികളായിട്ട് ആണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക, ആ ദൃഢപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല എന്ന് ഞാൻ വിചാരിക്കും. ഉദാഹരണത്തിന് തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു എം എൽ എ ഉണ്ടല്ലോ, അത് ഇപ്പോഴും എം എൽ എ ആണ്. അദ്ദേഹം നിയമസഭയിലേക്ക് ജയിക്കുമ്പോൾ ദൈവവിശ്വാസിയല്ല, ആ ദൃഢപ്രതിജ്ഞ എടുക്കും. അദ്ദേഹം തന്നെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ദൈവവിശ്വാസിയാണ്, വിഗ്രഹാരാധനയിലും ക്ഷേത്രാരാധനയിലും വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യും. അതുപോലെ കെ എ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടല്ലോ, അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ്. എന്ന് എടുത്തു പറഞ്ഞിട്ടാണ്, വെറുതെ ദൈവനാമത്തിൽ അല്ല, അതെ, അള്ളാഹുവിലും ഖുർആനിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു. അത് അദ്ദേഹം തന്നെ നിയമസഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുക്കും. അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ആ ദൈവവിശ്വാസികൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെയാണ് സത്യം. അതാണ് കൂടുതൽ ശരി, അതാണ് നന്മ എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷത്തിരിക്കുന്നു എന്നതുകൊണ്ട് ഇവരൊക്കെ നിരീശ്വരവാദികളാണെന്ന് അർത്ഥമൊന്നുമില്ല. അവരൊക്കെ ഉള്ളുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ്സിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ദൈവവിശ്വാസികളാണ് എന്ന് വിചാരിക്കാനും കാര്യമില്ല. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തിപരമായിട്ടുള്ള